ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്കൂളുള്ള ദിവസമാണ്. പൊന്നു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും അവളുടെ സ്കൂൾ വാൻ വരും. അപ്പോൾ വാൻ ഏകദേശം വരാൻ വേണ്ടി ഉള്ള സൗണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ വാന് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളിനിയിപ്പം വാനിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ്. അവളുടെ സ്കൂൾ വണ്ടി വന്നു. ഈ ഒരു വാനാണ് കേട്ടോ ഇവരുടെ സ്കൂൾ ട്രാവലറല്ല, പ്രൈവറ്റ് വാനാണ്. അപ്പോൾ പൊന്നൂനെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട് എടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു, അവിടെ വീട്ടിൽ വെള്ളമടിക്കാനൊക്കെ ഉണ്ടായിരുന്നു പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സിസ്റ്റേഴ്സും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ വീട് എപ്പോഴും ഞാൻ ഈ ഒരു ഭാഗം മാത്രമേ കാണിച്ചു തരാറുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല വീട്. അപ്പോൾ അതൊക്കെ കാണിക്കേണ്ട സമയമാകുമ്പം കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ വീട് വെള്ളടിക്കുന്നൊരു പരിപാടിയിലേക്ക് നടക്കുകയെന്ന്. ഇവിടുന്ന് ഏട്ടൻ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വണ്ടിയും കൂടെ കഴുകുന്നുണ്ട് കേട്ടോ അത് കൂട്ടത്തിൽ. അപ്പോൾ നമ്മളിപ്പം ടെറസിലാണ് ഉള്ളത്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അടിച്ച് കഴിഞ്ഞു. ഇപ്പം ലാസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്നാണ് വെള്ളമടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയും കൂടെ കൂട്ടത്തിലൊന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നുണ്ടാവും ഒരു ലെവലില്ലല്ലോ എന്ന്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റാക്കി എടുക്കും നമ്മൾ. ഇപ്പം അതിൻ്റെ ഒന്നും കാര്യം നോക്കുന്നില്ല. അപ്പോൾ ഹൗസ് വാമിങ്ങുള്ള സമയത്തൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ സാധാരണ പണിക്കാർ തന്നെയാണ് വെള്ളമടിക്കുക. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നവർ തന്നെ വെള്ളം നനക്കാൻ വേണ്ടി വരും. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ടും അവർക്കെന്തോ വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നമ്മൾ തന്നെയാണ് വെള്ളമടിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഏട്ടൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടെ നേരെ സെക്യൂറ മാളിലേക്കാണ് പോയിട്ടുണ്ടായത് കേട്ടോ. നമ്മൾ താഴെ ചുവക്കുള്ള സെക്യൂറ മാളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിന് വേറെ വലിയ കാരണങ്ങളൊന്നുമില്ല. പൊന്നൂൻ്റെ ബർത്ത്ഡേ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്ററിന് ഒരാഗ്രഹം അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ മാളിൽ വന്നാൽ നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വന്നാലും നമ്മൾ പല ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണുമ്പം അതിലേക്കൊക്കെ നമ്മളെ കണ്ണു പോവും. പിന്നെ ഓരോ ഷോപ്പിലേക്ക് നമ്മൾ കയറും. അങ്ങനെയൊക്കെയാണ് എപ്പോഴും നടക്കുന്നത് പോലെ തന്നെ ഇന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി. ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് ട്രെൻഡ്സിലോട്ടാണ് കേട്ടോ. ഇപ്പം അത്ര ലേറ്റായിട്ടൊന്നുമില്ല വെച്ചാൽ അതിരാവിലെയൊന്നും അല്ല. അപ്പോൾ ട്രെൻഡ്സൊക്കെ തുറക്കുന്ന ആ ഒരു ടൈമാണ്. 10-11 മണിയാകുമ്പോഴാണ് ട്രെൻഡ്സൊക്കെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ട്രെൻഡ്സ് ഇതാ ഓപ്പണായി വരുന്നേ ഉള്ളൂ. നമ്മൾ പൊന്നൂനെ സ്കൂളിൽ വിട്ടിട്ട് നേരെ വീട്ടിന് വെള്ളം അടിച്ചിട്ട് ആണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഭയങ്കര എന്താ പറയണ്ട ലേറ്റായിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 10:45-11 മണിക്കുള്ളിലാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതാ ട്രെൻഡ്സൊക്കെ ഓപ്പണായി വന്നു. ഫസ്റ്റ് കസ്റ്റമർ നമ്മളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ മാമാർത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മാമാർത്തിൽ മാത്രമല്ല, പീബാസിൽ അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് വേറെ എവിടെയെങ്കിലും മാക്സിലോ അങ്ങനെ എവിടെയെങ്കിലും വേറെ സെലക്ഷനൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച ആൾ സ്ലോ മോഷനിൽ വീഡിയോ എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ KFC അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് ബാറ്റയുടെ ഷോറൂമിലേക്കാണ്. അപ്പോൾ ബാറ്റയിൽ പോയിട്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കലാണ്. കുറേ കളക്ഷൻ, അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാറ്റേൻ്റെ ചെരുപ്പ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ലൊരു എന്താ പറയുക, നല്ല ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നല്ല മോഡൽസ്, നല്ലൊരു സ്റ്റാൻഡേർഡ് മോഡൽസൊക്കെ ആയിരിക്കും ഇവരുടെ എല്ലാതും. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും അനിയത്തിമാരും എല്ലാവരും കൂടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അവിടുന്ന് പിന്നെ നമ്മളിങ്ങനെ ഓരോ ഷോപ്പിലേക്കും കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ വന്നെത്തിയത് മാമാർത്തിൻ്റെയാണ്. അപ്പോൾ ഇവർക്ക് മോയ്സ്ചറൈസർ, സൺസ്ക്രീം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും മാക്സിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പൊന്നൂന് വേണ്ട കുറേ ഡ്രസ്സൊക്കെ നോക്കി. പക്ഷേ എങ്കിൽ അവളുടെ സൈസ് കറക്റ്റ് 8 to 9 നമ്മൾ എടുക്കാറ്. പക്ഷെ അവളില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പം വൈകുന്നേരം പൊന്നൂനെയും കൂട്ടി പോകണം. അപ്പോഴേക്കും പൊന്നൂൻ്റെ എന്താ പറയണ്ടേ, സ്കൂൾ എക്സാം ടൈം ആയതുകൊണ്ട് ഇന്ന് വാൻ എന്തോ ഇങ്ങോട്ട് വരാൻ പറ്റൂല. അപ്പോൾ റോഡിൽ പോയിട്ട് കൂട്ടണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഞാൻ അവളെ കൂട്ടിയിട്ട് വന്നു. കൂട്ടീനെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ട് ആദ്യം നമ്മളിതാ ട്രെൻഡ്സിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ ഓരോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, സിസ്റ്ററിന് ഹെയർ കട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബോദീസിൽ, ഇവിടെ സെക്യൂറ മാളിൽ തന്നെ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇവളുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ട് പാർലറിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. അവൾക്കിങ്ങനെ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ നമ്മളിപ്പം ഒരു എന്താ പറയുക ഷോർട്ട്സും ടീഷർട്ടുമാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും പൊന്നൂൻ്റെ കണ്ണ് പോകുന്നത് പല എന്താ പറയുക ഈ ഗിൽറ്റൊക്കെയുള്ള ഫ്രോക്കുകളില്ലേ, അതിലേക്കാണ് ഓളെ കണ്ണ് വെച്ചും പോകുന്നത്. പക്ഷെ അതൊക്കെ ചെറിയ സൈസിലുള്ള കുട്ടികൾക്കുള്ളതായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 5 ഇയറിനുള്ളിലുള്ള ഫ്രോക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നത്. വലിയ കുട്ടികൾക്ക് ഇതുപോലെ ജീൻസ്, ഷോർട്ട്സ്, ടീഷർട്ട് അങ്ങനെയൊക്കെയാണ് കൂടുതലുണ്ടായത്. പൊന്നൂന് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഇട്ട് നോക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അത് ചെറിയ സൈസായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകളൊക്കെ നമ്മൾ ബാഗിലേക്ക് ആക്കിയിട്ട് ഇനി ട്രയൽ റൂമിലേക്ക് പോവും മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറിയൊരു 3/4 പോലത്തെ ഒരു ജീൻസിൻ്റെ ഒരു 3/4, പിന്നെ അതുപോലെ തന്നെ ടീഷർട്ട്, പിന്നെ ഒരു 2-3 കളറിൽ വെറൈറ്റി കളർ ടീഷർട്ട്, ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടെ ഇവിടെ വന്നിട്ട് എടുക്കണ്ടല്ലോ, കുറേ ഇഷ്ടമുള്ളത് ഒരുമിച്ചിട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് നോക്കാമല്ലോ. അങ്ങനെ കുറേയൊക്കെ എടുത്ത് നമ്മൾ ലാസ്റ്റ് എന്താ പറയണ്ടേ, അവിടെ നിന്ന് ഒരു ഷോർട്ട്സും ടീഷർട്ടും എടുത്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ KFCയിലോട്ടാണ് വന്നത് കേട്ടോ. പൊന്നൂന് KFC ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ടൈം എനിക്കൊന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ വെനസ്ഡേ അവിടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് KFC വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിസ്റ്ററിന് മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ബോദീസിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബോദീസിൽ വന്നിട്ടാണ് ഉള്ളത്. ഒരു 6 മണി ആ ഒരു ടൈമൊക്കെ ആയിരുന്നു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ബുക്ക് ചെയ്ത് നമ്മൾ ഇപ്പം ഹെയർ കട്ട് ചെയ്യാന്ന്. അങ്ങനെ നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല, തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് സിസ്റ്ററിൻ്റെ. അപ്പോൾ അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. പിന്നെ കുറേ പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോ ജസ്റ്റ് എന്താ പറയുക കണ്ടിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ആവണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.